കഴിഞ്ഞ ദിവസം രാത്രിയിലടക്കം ഇന്ത്യയുടെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളെല്ലാം തന്നെ ഇന്ത്യ തടയാൻ കഴിഞ്ഞുവെങ്കിൽ തന്നെയും പഞ്ചാബിലടക്കം ചിലയിടങ്ങളിൽ ഡ്രോണിൻ്റെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ വീണ വിവിധ ആളുകൾക്ക് പരിക്ക് പറ്റി. പൂഞ്ചിലടക്കം അനേകം സാധാരണക്കാരുടെ വീടുകൾക്കും ഗ്രാമങ്ങൾക്കും നേരെ ഇടതടവില്ലാതെ ഷെല്ലിങ്ങും ഡ്രോണുകൾ നടത്തിയിരിക്കുന്നു. ഇതിനിടയിൽ ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം വലിയ ഒരു ആക്രമണം തന്നെ, ഒരു വലിയ തിരിച്ചടി തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പാക് മീഡിയകൾ പറയുന്നു. ഏതായാലും നമ്മുടെ സർക്കാരിൻ്റെയോ ഇല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ വകുപ്പിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള യാതൊരു അറിയിപ്പുകളുമില്ല. പ്രേക്ഷകർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ കേന്ദ്ര സർക്കാരിന് ഒരു നിർദ്ദേശമുണ്ടായിരുന്നു, സ്ഥിരീകരിക്കാത്ത വാർത്തകൾ നൽകരുത് എന്നുള്ളതാണ്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പാകിസ്ഥാൻ മീഡിയയിൽ അടക്കം വരുന്ന വാർത്തകളും നമുക്ക് ഉറപ്പ് ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന വാർത്തകൾ മാത്രമാണ് നൽകുന്നത്. ഊഹാപോഹങ്ങൾ ഒന്നും തന്നെ നൽകാൻ സാധിക്കാത്ത വിവരം. കാരണം ഇവിടെ ഇപ്പോൾ നടക്കുന്ന മൂവ്മെൻറ്റുകളെ കുറിച്ചൊക്കെയുള്ള കൃത്യമായ സോഴ്സുകളും വിവരങ്ങളും ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോലും അത്തരത്തിലൊരു വാർത്തയും ഇന്ത്യയിലെ ഒരു ചാനലുകൾക്കും നൽകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഏതാണ്ട് സ്ഥിരീകരിച്ച വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ പ്രധാനമായി പാകിസ്ഥാൻ്റെ 3 പ്രധാനപ്പെട്ട വ്യോമത്താവളങ്ങൾ ഉൾപ്പെടെ ഇന്ത്യ തകർത്തിരിക്കുന്നു. പാകിസ്ഥാൻ്റെ 8 നഗരങ്ങൾ, അതായത് പാകിസ്ഥാന്റെ തലസ്ഥാനമായി ഇസ്ലാമാബാദ് ഉൾപ്പെടെയുള്ള 8 നഗരങ്ങളിൽ സർവനാശം വിതച്ചുകൊണ്ട് ഇന്ത്യയുടെ വലിയ ആക്രമണം നടന്നതായി പാക് മീഡിയാസ് പറയുന്നു. ഒപ്പം തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട VVIPകൾ യാത്രയ്ക്കായി സഞ്ചരിക്കുന്ന, ഒപ്പം തന്നെ അവരുടെ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന, ഇല്ലെങ്കിൽ അത്തരം വിമാനങ്ങൾ വരിക, സൈനികരെ മറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്ന ഇസ്ലാമാബാദിനടുത്തുള്ള നൂർഖാൻ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമത്താവളം ഇന്ത്യ തകർത്തിരിക്കുന്നു. ഒപ്പം തന്നെ പാകിസ്ഥാൻ്റെ 3 പോർ വിമാനങ്ങൾ, അതിർത്തി കടന്ന് ജമ്മു കാശ്മീരിലേക്ക് കടന്ന പാകിസ്ഥാൻ്റെ 3 പോർ വിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടിരിക്കുന്നു. അതിൻ്റെ പൈലറ്റുമാർക്കായിട്ട് ജമ്മു പോലീസ് അടക്കമുള്ളവർ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ മറ്റൊരു വാർത്ത കൂടി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കറാച്ചി ലക്ഷ്യമാക്കി സൂപ്പർസോണിക് മിസൈൽ അടക്കം, ബ്രഹ്മോസ് മിസൈൽ അടക്കം വഹിച്ചുകൊണ്ടുള്ള യുദ്ധക്കപ്പലുകൾ നീങ്ങി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യ കറാച്ചിക്ക് ഏൽപ്പിച്ച സാരമായ പ്രഹരത്തിൽ നിന്നും പാകിസ്ഥാൻ അതിൻ്റെ ഒരു തിക്തഫലം അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് പാക് മീഡിയകൾ തന്നെ പറയുന്നു. പെട്രോൾ ബാങ്കുകൾ അല്ലെങ്കിൽ പെട്രോൾ പമ്പുകളെല്ലാം തലസ്ഥാനമായി ഇസ്ലാമാബാദിലെ അടക്കം അടച്ചിടാനുള്ള നിർദ്ദേശം വന്നിരിക്കുന്നു. പാകിസ്ഥാൻ കടുത്ത പെട്രോൾ ക്ഷാമത്തിലേക്ക് പോവുകയാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, മുൻപ് പാകിസ്ഥാൻ തന്നെ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. കാരണം പെട്രോൾ സംഭരിച്ച് വെക്കാനുള്ള ഒരു കപ്പാസിറ്റി പാകിസ്ഥാനില്ല. മാക്സിമം 1-2 ദിവസത്തെ ഒരു സംഭരണം മാത്രമേ നടത്താൻ ആ രാജ്യത്തിന് കഴിയുകയുള്ളൂ. പ്രധാനമായി അവർക്ക് പെട്രോൾ അടക്കമുള്ള കാര്യങ്ങൾ എത്തേണ്ടത് കറാച്ചി പോർട്ട് വഴിയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ അത് കഴിയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതോടുകൂടി പാകിസ്ഥാൻ കടുത്ത പെട്രോൾ ക്ഷാമത്തിലേക്ക് പോകുന്നു. നമുക്കറിയാം, യുദ്ധസമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒന്നാണ് പെട്രോളും ഡീസലും മറ്റുമൊക്കെ. യുദ്ധവാഹനങ്ങൾക്കും സൈനിക വാഹനങ്ങൾക്കും മാത്രമല്ല, മറ്റ് ആതുര സേവന രംഗത്തും പോലീസിനും മറ്റ് ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ തന്നെ അനിവാര്യമാണ് വാഹനം. അതുകൊണ്ട് തന്നെ അതിനുള്ള ഇന്ധനവും അനിവാര്യമാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ പെട്രോൾ പമ്പുകളെല്ലാം അടച്ചിരിക്കുന്നു. അത് ക്ഷാമത്തിൻ്റെ, കാരണം ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. പക്ഷേ ഇന്ത്യയിലെ അതിർത്തി ജില്ലകളിലുള്ള പെട്രോൾ പമ്പുകൾ അടച്ചിട്ടുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, അതിർത്തിയിൽ നിന്ന് വരുന്ന ആക്രമണങ്ങൾ ഈ പെട്രോൾ പമ്പിന് സംഭവിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു തീപിടുത്തത്തിനൊക്കെ കാരണമാകും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അത് പഞ്ചാബിലൊക്കെ ഉള്ള അതിർത്തി പ്രദേശങ്ങളിലുള്ള ചില പെട്രോൾ പമ്പുകൾക്ക് മാത്രമാണ് നിർദ്ദേശമുള്ളത്. പക്ഷേ പാകിസ്ഥാനിൽ വ്യാപകമായി തന്നെ പമ്പുകൾ അടച്ചിടാനുള്ളൊരു നിർദ്ദേശം പാക് സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് നമ്മളുടെ ഒരു ഉന്നതതല യോഗങ്ങളും മറ്റും നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ത്യ ഒരു വലിയ തിരിച്ചടിയിലേക്ക് നീങ്ങും. ഇതിനിടെ പാകിസ്ഥാനിലും ഉന്നതതല യോഗങ്ങൾ നടക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.